നമുക്കൊരു കപ്പക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് എൻ്റെ 1 കിലോ കപ്പയാണ്. അത് ഞാൻ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കാൻ പോവാണ്. അപ്പോൾ കപ്പക്കറി സാധാരണ ഉപ്പേരി പോലെ ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് കപ്പപ്പുഴുക്ക് പോലെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല, വേറെ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറു കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിയണം. അപ്പോൾ അത് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പുട്ടിന് ഇത് വളരെ ബെസ്റ്റാണ്, പുട്ട് കഴിക്കാൻ, അതുപോലെ ചോറിനും കഴിക്കാൻ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. എൻ്റെ വീഡിയോയ്ക്ക് ഒന്നും ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ആരും ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണാറില്ല. ഒന്ന് ജസ്റ്റ് സഹകരിക്കണേ. അപ്പോൾ ഞാനത് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞു. അപ്പോൾ ഈ കപ്പയ്ക്ക് ഒരു കട്ടുണ്ട്, അത് ഒരു വിഷം പോലെയാണ്, ചെറുതായിട്ട്, വലിയ വിഷമല്ല. അപ്പോൾ അത് നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞ് കഴിയുമ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ പേടിയില്ലാണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അത് ചൂടായി വരട്ടെ. അപ്പോൾ കപ്പ വാർത്ത് വെച്ചിട്ടുള്ളതാണ്, നല്ല രസമായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്കതിങ്ങനെ ഒട്ടഞ്ഞ് കിട്ടിയിട്ട് ആ വെള്ളമൊക്കെ അതിലിങ്ങനെ വിടും. അപ്പോൾ ഇത് നമുക്ക് ഉടയ്ക്കാനൊക്കെ പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ മഞ്ഞളിട്ട് വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വല്ല ഒരു വിഷാംശം പോലത്തെ ഉണ്ടെങ്കിൽ, വിഷാംശമല്ല, അതിനൊരു കട്ടുണ്ടെന്ന് പറയാനായിട്ടുണ്ട്. അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞളിട്ട് വേവിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയായി വന്നിട്ട് ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടി വരട്ടെ. പൊട്ടി വന്നപ്പോൾ ഞാനൊരു വലിയ കുടം വെളുത്തുള്ളിയാണ്, നല്ല വലിയ അല്ലിയാണ്. അപ്പോൾ അതും ഒരു 10-25 ചുവന്നുള്ളി ഇട്ട് കൊടുക്കും. ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ഒരുവിധം മൂത്ത് വരുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇതിന് വളരെ അത്യാവശ്യമുള്ളതാണ്, എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. 10-25 ചുവന്നുള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറു കഷ്ണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കഷ്ണം, ഒരു ഇഞ്ചി കഷ്ണം, ഒരു 3 പച്ചമുളക്. ഇതൊക്കെ കൂടി നമുക്ക് നന്നായി ഒന്ന് മുരിയാൻ പറ്റില്ല, അതിന് മുന്നായിട്ട് എടുക്കണം. ഒരു പകുതി മുറിച്ചിലായി വരുമ്പോൾ നമുക്ക് എനിക്ക് സബോള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സബോളയാണ് ഞാൻ എടുക്കണേ, വലിയ സബോള കാരണമാണ് ഞാൻ ഒരെണ്ണെടുത്തത്. പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ സബോള ഒന്ന് നന്നായി വഴഞ്ഞ്, അപ്പോൾ ഇതൊക്കെ ആയി വന്നിട്ട് അപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. വഴന്ന് വരട്ടെ. ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരമുറി നാളികേരം ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് നന്നായി വഴന്ന് വേപ്പിലൊക്കെ മുരിഞ്ഞ് വെളിച്ചെണ്ണ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്നും കൂടി മുരിഞ്ഞ് വരും. അപ്പോൾ വേഗമായി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിയിലേക്ക് പാകത്തിനാകാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മുടെ കപ്പ വേവിച്ചെടുത്തത്. നമ്മൾ ഇവിടെ തൃശ്ശൂർക്കാർ കപ്പ എന്നല്ല കേട്ടോ പറയുക, കൊള്ളി എന്ന് പറയും. ഞാനിത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കപ്പ എന്ന് പറയുന്നത്. ഞാൻ കൊള്ളി എന്ന് പറയുമ്പോൾ ആർക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഞങ്ങൾ കൊള്ളിക്കിഴങ്ങെന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതായി വരട്ടെ. ഒരു പകുതിയോളം വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് മൊരിയുന്നതോടുകൂടി ഈ സവോളയും ഉള്ളിയും ഇതൊക്കെ ഒന്നുകൂടി മൊരിഞ്ഞോളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഒരു പകുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറേ മൊരിഞ്ഞ് ചുമക്കൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം ഡ്രൈ ആയി കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. അത് മാത്രം മതി, നമുക്കിരുന്ന് കഴിക്കാൻ കൊതിയാവും. വേറൊന്നും. കുറച്ച് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതുപോലെ അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ എല്ലാത്തിനും കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. നന്നായി മൊരിഞ്ഞ് വന്നിട്ട് ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഉണ്ടായി കളർ ചേഞ്ച് ആയതുകൊണ്ട് ഇതേപോലെയാണ്. എല്ലാതും തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, സബോള, നാളികേരം ഒരുവിധം ആയി വരുമ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല ഒരു നുള്ളെന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന മസാലയാണെങ്കിൽ 1 സ്പൂണ് ചെറുതിടേണ്ടി വരും കേട്ടോ. ഞാനത് ഇവിടെ ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് ഇത്തിരിയും കൂടി സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടത്. എന്നിട്ട് നന്നായി മീറ്റ് മസാലയും അതൊരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിൻ്റെ 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ. കുറേ മസാലയുടെ കുത്ത് വേണ്ട കേട്ടോ, അപ്പോൾ കറിക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായി ആ പച്ചമണം പോകണ വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ പച്ചമണം നിന്ന കറിക്ക് വ്യത്യാസം വരും. ഇത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ടേസ്റ്റായ കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വളരെ ടേസ്റ്റായുള്ള നമുക്കിത് കപ്പ എല്ലാവർക്കും ഒരു ഇതും തന്നെ ഇഷ്ടമാണ്. കപ്പ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെയും കൂടി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇത് ചൂടുവെള്ളമാണ് കേട്ടോ, തിളപ്പിച്ചാറിയെന്നല്ല, ഒരു പകുതി ചൂടായിട്ടുള്ള തിളപ്പിച്ച വെള്ളമാണ്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് ഈ സമയത്ത്. നമ്മൾ ആ കറിയുടെ എല്ലാം ഇത് ശരിയായി കഴിഞ്ഞാലേ. അപ്പോൾ ഇനി പച്ചവെള്ളം ഒഴിക്കരുത്, ഒരു പച്ചച്ചവ വരാണ്ടിരിക്കാനാണ്. ഇത് നന്നായി ഇനി ഒരു കുറുതായ കറിയാണിത്. ഇത് എല്ലാതും ഉടയ്ക്കല്ല, കുറച്ച് നമുക്കിതിൽ ഉടച്ചു കൊടുക്കാം. അപ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടി തീ ഓഫ് ചെയ്തതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ പാകത്തിനാക്കി എടുക്കണതിൻ്റെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ച് കരിയൊക്കെ വന്നാൽ നമ്മുടെ കറി മോശമായി. ഇങ്ങനെ എല്ലാതും ആക്കണ്ട, ഒരു കുറച്ച് അതിലത്തെ ഒരു 1/4 ഭാഗം ഇങ്ങനെ ഉടച്ച് വന്നാൽ അല്ലാതെ തന്നെ അത് കുറുതായ കറിയാണ്. ഇതിനി ഒന്നും കൂടി കുറുതാവും. അപ്പോൾ ഞാൻ ഒരു സ്വല്പം വെള്ളം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കറി കൂട്ടി നമുക്ക് അപ്പത്തിനും ഒക്കെ എടുക്കാവുന്ന കറിയാണ്. നമുക്ക് ചോറ് കഴിക്കാനും വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഞാനൊരു സ്വല്പം വെള്ളം കൂടി ചേർത്ത് നല്ല കുറുതായ കറി. ഇനി ഇരുന്നൊന്ന് കുറുതാവും. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ചാറൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇനി കൂടുതൽ ഒഴിച്ച് ഇതാണ് വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം കേട്ടോ. കുറച്ചും കൂടി ഒഴിക്കാൻ വേണമെങ്കിൽ ഒരു 1 ഗ്ലാസ് കൂടി ഒഴിക്കാം. അതുപോലെ എരിവിന് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ. ഞാനിവിടെ
ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടാൽ ഒരു 1.5 സ്പൂൺ വരെയൊക്കെ മുളക് പൊടി ഇടാം. ഇത്തിരി കൂടി ചൊടി വേണമെന്നുള്ളവർക്ക്. ഞാൻ അത്ര ചൊടിയിലാക്കണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കപ്പക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.